വചനം 27 വാക്കർത്ഥം. വഅദ്ദിൻ, നീ പ്രഖ്യാപനം ചെയ്യുക, അറിയിപ്പ് നൽകുക, ഫിന്നാസി, മനുഷ്യരിൽ, ബിൽ ഹജ്ജി, ഹജ്ജിന്, ഹജ്ജ് കർമ്മം ചെയ്യാൻ, യഅ്തൂക, അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും, റിജാലൻ, കാൽനടക്കാരായി, വഅലാ കുല്ലി ദ്വാമിരിൻ, എല്ലാ മെലിഞ്ഞ വാഹനപ്പുറത്തും മെലിഞ്ഞ ഒട്ടകപ്പുറത്തും, യഅ്തീന, വരുന്ന, അവ വരും, മിൻ കുല്ലി ഫജ്ജിൻ, എല്ലാ മാർഗത്തിൽ കൂടിയും എല്ലാ മലവഴിയിൽ കൂടിയും, അമീഖ്, ദൂരസ്ഥമായ. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഹജ്ജ് കർമ്മത്തിനു വരുവാൻ ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യുക. കാൽനടക്കാരായും ദൂരസ്ഥമായ സകല മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണിച്ച് മെലിഞ്ഞ എല്ലാ വാഹനപ്പുറത്തായും അവർ നിന്റെ അടുക്കൽ അഥവാ ഈ ആലയത്തിങ്കൽ വന്നുകൊള്ളുന്നതാണ് എന്ന് നാം പറഞ്ഞു. 27 വചനത്തിന്റെ വിശദീകരണം. വിശുദ്ധ കഅബാലയം കെട്ടിക്കഴിഞ്ഞ ശേഷം ഹജ്ജ് കർമ്മത്തിന് വന്നുകൊള്ളുവാൻ ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യണമെന്ന് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൽപ്പന കിട്ടിയപ്പോൾ എന്റെ ശബ്ദം എവിടെ എത്തുവാനാണ് എന്നദ്ദേഹം പറയുകയുണ്ടായി. വിളിച്ചു പ്രഖ്യാപിച്ചു കൊള്ളുക, വിളി എത്തിക്കുന്നത് എന്റെ ബാധ്യതയാണ് എന്ന് അല്ലാഹു മറുപടി നൽകി. അതനുസരിച്ച് അദ്ദേഹം കൽപ്പന പ്രഖ്യാപനം ചെയ്തു. അല്ലാഹു ഉദ്ദേശിച്ചവരെല്ലാം ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഹജ്ജ് കർമ്മത്തിന് വരുന്നത്. ഇപ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റഹിമഹുല്ല, ഇക്രിമ റഹ്മഹുല്ല, സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല മുതലായവരിൽ നിന്ന് നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിവിധ മാർഗേണ എത്രയോ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൊല്ലം തോറും ലക്ഷക്കണക്കായ അടിയാന്മാർ ഇന്നുവരെയും ആ വിളിക്ക് ഉത്തരം നൽകി വരുന്നു. അൽഹംദുലില്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ച ആ കെട്ടിടമല്ല ഇന്ന് നിലവിലുള്ളത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു മലവെള്ളം നിമിത്തം അതിന് കേടുപാടുകൾ ബാധിക്കുകയും ഖുറൈശികൾ അത് പൊളിച്ചു പണിയുകയും ഉണ്ടായി. അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സ് പ്രായമായിരുന്നു. പിന്നീട് യസീദിന്റെ ഖിലാഫത്ത് കാലത്ത് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവുമായുണ്ടായ യുദ്ധത്തിൽ അതിന് വീണ്ടും പരിക്കുകൾ പറ്റുകയും ഇബ്നു സുബൈർ കെട്ടിടം പുതുക്കിയുണ്ടാക്കുകയും ചെയ്തു. അധികം താമസിയാതെ വീണ്ടും അദ്ദേഹവും ഹജ്ജാജുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ പിണഞ്ഞ കേടുപാടുകൾ നിമിത്തം ഹജ്ജാജ് അത് വീണ്ടും പുതുക്കിപ്പണിതു. ഇത് ഹിജറ വർഷം 74 അന്നത്തെ കെട്ടിടമാണ് ഇന്നും നിലവിലുള്ളത്. എന്നാൽ ഇബ്രാഹിം നബിക്ക് മുമ്പ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവോ ഇല്ലേ, അഥവാ ജീർണിച്ചു പോയ ഒരു പ്രാചീന കെട്ടിടം അദ്ദേഹം പുനഃസ്ഥാപിച്ചതാണോ, അതോ മുമ്പൊന്നുമില്ലാത്ത ഒരു പുതിയ കെട്ടിടം അദ്ദേഹം സ്ഥാപിച്ചതാണോ എന്ന് തീർത്തു പറയുവാൻ മതിയായ തെളിവുകളില്ല. അദ്ദേഹത്തിന് മുമ്പ് തന്നെ അത് നിലവിലുണ്ടായിരുന്നുവെന്നും ആദ്യമായി സ്ഥാപിച്ചത് മലക്കുകളോ ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമോ ആയിരുന്നുവെന്നും ചില അഭിപ്രായങ്ങൾ പലരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആന്റെ ചില പ്രസ്താവനകൾ നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് തന്നെ കഅബ കെട്ടിടം ഉണ്ടായിരുന്നതായി തോന്നിയേക്കുകയും ചെയ്യും. വാസ്തവം അല്ലാഹുവിനറിയാം. ഹജ്ജിനു വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചതിലുള്ള ഉദ്ദേശ്യം എന്താണെന്ന് അടുത്ത ആയത്തുകളിൽ അല്ലാഹു വിവരിക്കുന്നു.